മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പത്രക്കുറിപ്പാണ് ഇന്നിറങ്ങിയിട്ടുള്ള പത്രക്കുറിപ്പാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഓഗസ്റ്റ് 18 മുതൽ, ഓഗസ്റ്റ് 18 അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ എക്സിം, അതായത് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലും രാജ്യത്തിൻ്റെ സമുദ്രമേഖലയിലും ചരിത്രപരമായ നാഴികക്കല്ലായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ എക്സിം, അതായത് കയറ്റിറക്കുമതി പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് സംവിധാനം, അതാണ് എക്സിം, എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് മാസം 18 മുതൽ സമ്പൂർണ്ണമായി ആരംഭിക്കും. ഇതോടെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും, അതായത് വി ഡി സതീശൻ. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും സംഘടിപ്പിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ വലിയൊരു തയ്യാറെടുപ്പിനാണ്, ആഗസ്റ്റ് 15 വലിയൊരു തയ്യാറെടുപ്പിനാണ് ഗവൺമെൻറ് മുതിരുന്നത്. ഓണത്തിന് മുമ്പ് കേരള സർക്കാർ അദാനി സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സംയുക്ത സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിൽ അതിവേഗം വളരുന്ന കണ്ടെയ്നർ തുറമുഖങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. MSCയുടെ ആണെങ്കിലും 1000-ലധികം കപ്പലുകൾ വന്നുപോയി. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യുകയും ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്തതിലൂടെ ലോകോത്തര മാരിടൈം ഹബ്ബ് എന്ന ശേഷി വിഴിഞ്ഞം തുറമുഖം തെളിയിച്ചിട്ടുണ്ട്. ഇതെൻ്റെ വാദമല്ല, സർക്കാരിൻ്റെ കുറിപ്പാണ്. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി എക്സിം സേവനങ്ങൾ ആരംഭിക്കുന്നതിലൂടെ വിഴിഞ്ഞം സമ്പൂർണ്ണ കയറ്റിറക്കുമതി കവാടമായി മാറും. ഇതിലൂടെ ചരക്ക് ഗതാഗത ചെലവ് കുറയുകയും വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാവുകയും കയറ്റുമതി മത്സരക്ഷമത വർദ്ധിക്കുകയും പുതിയ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. എക്സിം പ്രവർത്തനങ്ങളുടെ തുടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘകാല സമുദ്ര വികസന ദൗത്യമായ മിഷൻ സമുദ്രയുടെ സുപ്രധാന നാഴികക്കല്ലാകും. തുറമുഖങ്ങൾ, ലോജിസ്റ്റിക് നിർമ്മാണ മേഖല, ഉൾനാടൻ ജലഗതാഗതം, മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നിവയെ സമന്വയിപ്പിച്ച് രാജ്യത്തെ പ്രമുഖ മാരിടൈം ലോജിസ്റ്റിക് കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്നതാണ് മിഷൻ സമുദ്രയുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം, ദക്ഷിണേഷ്യയിലെ ആദ്യ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും ഒരുപോലെ സേവനം ലഭ്യമാക്കുന്നതും ഓപ്പൺ ആക്സസ് കൊടുക്കുന്നതുമാണ്. പൊതു ഉപയോഗത്തിനുള്ളതുമായ കോമൺ യൂസർ തുറമുഖമായി പ്രവർത്തനം തുടരും. ഇതിലൂടെ ആഗോള മാരിടൈം വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വളരെ വലിയ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയും. ഒരു വശത്ത് വിഴിഞ്ഞം തുറമുഖം മുന്നോട്ട് പോകുന്നു, മറുവശത്ത് അതിൻ്റെ വിവിധ ഘട്ടപ്രവർത്തനങ്ങളുടെ ആശങ്കയും അതോടൊപ്പമുണ്ട്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാലഘട്ടത്തിൻ്റെ ആവശ്യം.